സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക ഉദ്ഘാടന സമ്മേളനം ബംഗളൂരുവിൽ നടക്കുന്നു. സ്വാഗത സംഘം ചെയർമാനും കോഴിക്കോട് വലിയ ഖാദിയുമായ ജമലുല്ലൈലി തങ്ങൾ പതാക ഉയർത്തി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് പുറത്ത് സമസ്തയുടെ സമ്പൂർണ്ണ മുശാവറ യോഗവും ചേരും. ബംഗളൂരുവിൽ നിന്ന് സാജിദ് അജ്മൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാജിദ്, സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനമാണ്. കേരളത്തിലല്ല, പുറത്ത് ബംഗളൂരുവിലാണത് നടക്കുന്നത്. സ്വാഭാവികമായും എത്ര കണ്ട് പ്രവർത്തക പങ്കാളിത്തം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? സൈഫുദ്ദീൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകൃതമായി 100 വർഷം തികയാണ്. ഒരു നൂറ്റാണ്ട് തികയുന്ന സമയത്ത് അത് വലിയൊരു പരിപാടിയായി, വിപുലമായ പരിപാടിയാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കേരളമാണ് പ്രവർത്തന മണ്ഡലമെങ്കിലും അയൽ സംസ്ഥാനമാർന്ന കർണാടകയിലാണ് ഈ വലിയ സമ്മേളനം, 1 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന സമ്മേളനം നടത്തുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ദക്ഷിണ കന്നഡയിൽ ധാരാളം ഈ സമസ്തയുടെ ആശയം പിൻപറ്റുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത് പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമസ്ത മുഷാവറ യോഗം ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചത്. ഇപ്പോൾ എന്നോടൊപ്പം SKSFന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അസ്ലം ഫൈസി ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഇപ്പോൾ പ്രധാന പ്രവർത്തകരുടെ മഹാഭൂരിപക്ഷം അവിടെയാണ്. ഈ ബാംഗ്ലൂരു നടത്തുന്നതിന്റെ പ്രധാന ഒരു ലക്ഷ്യം എന്താ? സമസ്തക്ക് മംഗലാപുരം, കൊടക് തുടങ്ങിയ ഒരു ശക്തമായ ഒരു സ്ട്രോങ് ബെൽറ്റ് സമസ്തക്കുണ്ട്. സമസ്തയുടെ ഒരുപാട് മദ്രസകൾ അവിടെയുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കർണാടകയുടെ മറ്റു സ്ഥലങ്ങൾക്ക് കൂടി, ഹാസൻ, ചിക്മഗ്ലൂർ തുടങ്ങിയ മറ്റു പല പ്രദേശങ്ങൾക്ക് കൂടി സമസ്തയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ബാംഗ്ലൂരിലും വളരെ ശക്തമായ 20-ലധികം മഹല്ലുകളും മദ്രസ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദേശീയ തലത്തിൽ 100ാം വർഷം ആഘോഷിക്കാൻ പോകുന്ന 2 വർഷം കൂടിയാണുള്ളത്. അപ്പോൾ ഒന്നുകൂടി സമസ്തയുടെ ഒരു മുഖം, ദേശീയ മുഖം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയായ ബാംഗ്ലൂർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഒരു പക്ഷേ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് ഒരു കേരള മാറ്റിയ ഒരു ദേശീയ പ്രസ്ഥാനമായി മാറുന്നതിന്റെ ഒരു തുടക്കം കൂടിയായിരിക്കും അതല്ല? തീർച്ചയായിട്ടും. സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSF ഓൾറെഡി ദേശീയ തലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അത് മാത്രമല്ല, സമസ്തയും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരുപാട് തമിഴ്നാട് ഒരു വിജയകരമായി തമിഴ്നാടുടനീളം ഒരു യാത്ര നടത്തുകയും അതിൻ്റെ ഫലമായി അവിടെ ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും വരാൻ പോവുകയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിലും നമ്മുടെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സമസ്തയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒരു ദേശീയ മുഖം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് ഇവിടെ ബാംഗ്ലൂർ സെലക്ട് ചെയ്തത്. സൈഫുദ്ദീൻ, ഇത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ അത് ദേശീയ തലത്തിലേക്ക്, ഇപ്പോൾ ഈ തമിഴ്നാട്, കർണാടക, ഇനി ഉത്തരേന്ത്യയിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരിപാടിയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, കർണാടക സ്പീക്കർ, ഗതാഗത മന്ത്രി തുടങ്ങി നിരവധി VVIPകളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കർണാടക പോലീസിന്റെ ശക്തമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ മൈതാനം മുഴുവനായി ഉള്ളത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കർണാടക സർക്കാരിന്റെ അതിഥിയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ എയർപോർട്ടിലെത്തും. പിന്നീട് അദ്ദേഹം സർക്കാരിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ചരിത്രത്തിൽ ആദ്യമായി, ഈ 1 നൂറ്റാണ്ടിനിടയ്ക്ക് ആദ്യമായി കേരളത്തിന് പുറത്ത് മുഷാവറ ചേരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സൈഫുദ്ദീൻ.